സാധാരണയായി നമ്മൾ കഴിക്കാറുള്ള തണ്ണിമത്തൻ നമ്മുടെ ജീവനെടുക്കാൻ വരെ കാരണമാകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അവിടെ ജീവൻ നഷ്ടമായതാകട്ടെ ഒരു കുടുംബത്തിലെ 4 പേർക്കാണ്. മാതാപിതാക്കൾക്കും 16ഉം 13ഉം വയസ്സുള്ള 2 പെൺമക്കൾക്കുമാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഏപ്രിൽ 25-ന് രാത്രി ബന്ധുക്കളോടൊപ്പം വീട്ടിൽ വെച്ച് ഇവർ ബിരിയാണി കഴിച്ചിരുന്നു. ബന്ധുക്കൾ മടങ്ങിയ ശേഷം രാത്രി ഏറെ വൈകി വീട്ടിലുണ്ടായിരുന്ന തണ്ണിമത്തനും 4 പേരും ചേർന്ന് കഴിക്കുകയായിരുന്നു. തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ 5:30-ഓടെ 4 പേർക്കും ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടു. ആദ്യം കുടുംബ ഡോക്ടറെ കാണിച്ചെങ്കിലും പിന്നീട് ഇവരെ ജെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെ ഇളയ മകൾ സൈനബയാണ് ആദ്യം മരിച്ചത്. രാത്രിയോടെ പിതാവ് അബ്ദുള്ളയും മരണപ്പെട്ടു. പിന്നീട് മൂത്ത മകളും മാതാവും മരണപ്പെടുകയായിരുന്നു. മുംബൈയിലെ വൈഥുനിയിൽ നടന്ന ഈ ഞെട്ടിക്കുന്ന സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. വൃക്കകളുടെ തകരാറാണ് മരണകാരണമായത് എന്നാണ് പ്രാഥമികമായ നിഗമനം. ഇത് ഭക്ഷ്യവിഷബാധയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നും പോലീസ് വ്യക്തമാക്കി. ഇതിന്റെ കാരണവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. തണ്ണിമത്തൻ പോലെ സാധാരണയായി കഴിക്കുന്ന ഒരു പഴത്തിന് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കാനും ഇത്രയും ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കാനും കഴിയുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. തണ്ണിമത്തൻ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായേക്കാമെന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനു വരെ കാരണമാകാമെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തണ്ണിമത്തനിലെ ഉയർന്ന ജലാംശവും പ്രകൃതിദത്ത പഞ്ചസാരയുടെ സാന്നിധ്യവും ബാക്ടീരിയകൾക്ക് വേഗത്തിൽ വളരാൻ അനുയോജ്യമായ സാഹചര്യം ഒരുക്കുമെന്ന് അവർ വിശദീകരിക്കുന്നു. തണ്ണിമത്തന്റെ മധുരം വർദ്ധിപ്പിക്കാനോ ആകർഷകമാക്കാനോ ആയി ഗ്ലൂക്കോസ് ലായനിയോ പഞ്ചസാര വെള്ളമോ അതിലേക്ക് കുത്തിവെക്കുന്നതായി നേരത്തെയും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതും ബാക്ടീരിയകളുടെ വളർച്ച ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നും ഡോക്ടർമാർ വിലയിരുത്തുന്നു. അതേസമയം തന്നെ പൂർണ്ണമായും പരിശോധനാഫലങ്ങൾ ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പ്രത്യേക ഭക്ഷണത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതും പ്രയാസമാണെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. മലിനമായ പഴങ്ങൾ, ശരിയായി കൈകാര്യം ചെയ്യാത്ത ഭക്ഷണം അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ദീർഘനേരം സൂക്ഷിച്ചു വെച്ച ഭക്ഷണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഭക്ഷ്യവിഷബാധ ഉണ്ടാകാമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ മരണത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ മെഡിക്കൽ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുകയാണ് അധികൃതർ.